ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്. നമസ്കാരം. ഓർമ്മയ്ക്ക് പേരാണിതോണം, നന്മയുടെ മറുവാക്കാണ് ഓണം, ബാല്യത്തിലേക്കുള്ള പിൻവിളിയാണ് ഓണം. മലയാള ചന്തം നിറഞ്ഞ ആഘോഷങ്ങളുടെയും ആചാരങ്ങളുടെയും സമൃദ്ധിയാണ് ഓണം. ഓണക്കാലം പകരുന്ന കാഴ്ചകളിലേക്കും അനുഭവങ്ങളിലേക്കും മിഴി തുറക്കുന്ന TCVയുടെ ഓണവിശേഷങ്ങളിലേക്ക് സ്വാഗതം. പൊന്നോണത്തിന്റെ വരവറിയിച്ച് അത്തം പിറന്നു. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും സ്മരണകൾ ഉണർത്തി ഒരു ഓണക്കാലം കൂടി. വടക്കുംനാഥന്റെ ഭൂതഗണങ്ങളായി കുമ്മാട്ടിക്കൂട്ടങ്ങൾ തെക്കേ ഗോപുരനടയിൽ ചുവടുവെച്ചു. സൗഹൃദ അത്തപ്പൂക്കളമൊരുക്കി പൂരനഗരി ഓണാഘോഷത്തിന് തിരിതെളിയിച്ചു. തൃശൂരിന്റെ മതസൗഹാർദ്ദ കൂട്ടായ്മയാണ് തെക്കേ ഗോപുരനടയിൽ കൂറ്റൻ അത്തപ്പൂക്കളമായി ഇതൾ വിരിയാറുള്ളത്. തുടർച്ചയായ 10ാം വർഷം ഇതൾ വിരിയുന്ന അത്തപ്പൂക്കളം ഇത്തവണ ഉത്സവാന്തരീക്ഷത്തിലാണ് നാടിന് സമർപ്പിക്കപ്പെട്ടത്. വടക്കുംനാഥന്റെ തെക്കേ നടയിൽ പൂരത്തിന്റെ പുരുഷാരം കുടമാറ്റത്തിന്റെ ആരവങ്ങളിൽ പൂത്തുലയുന്ന അതേയിടത്ത് ഓണത്തിന്റെ പൂവിളിയും കുമ്മാട്ടിപ്പാട്ടിന്റെ ആർപ്പുവിളികളും ഉയർന്നു. ആദ്യമായാണ് തൃശൂരിന്റെ തനത് കലാരൂപം കൂടിയായ കുമ്മാട്ടിക്കളി അത്തദിനത്തിൽ ശിവസന്നിധിയിലെത്തിയത്. 1000 കിലോ പൂക്കൾ കൊണ്ട് 150ഓളം പേർ ചേർന്നാണ് സൗഹൃദ ഓണപ്പൂക്കളം തീർത്തതെന്ന് സംഘാടകൻ കൂടിയായ ഷോബി ടി വർഗീസ് പറഞ്ഞു. ഇത് കേരളത്തിനുള്ള തൃശ്ശൂരിൻ്റെ ഓണസമ്മാനമാണ്. ടി അച്യുതമേനോൻ, മുണ്ടശ്ശേരി മാസ്റ്റർ, VV രാഘവൻ തുടങ്ങി രാഷ്ട്രീയ പ്രഗത്ഭർ, ലോഹിദാസ് തുടങ്ങിയുള്ള ഒട്ടനവധി സാംസ്കാരിക നേതാക്കൾ, വിവിധ രാഷ്ട്രീയ കക്ഷികളിൽപ്പെട്ടവർ എല്ലാവരും തങ്ങളുടെ സായം സന്ധ്യകൾ ചെലവഴിച്ചിരുന്ന ഒരു വേദിയായിരുന്നു തൃശ്ശൂരിലെ തെക്കേ ഗോപുരനട. ഇവിടെ നിന്നും ഉരുത്തിരിഞ്ഞ പുതിയ തലമുറ തങ്ങളുടെ ചരിത്രബോധം ഒപ്പം തന്നെ തൃശ്ശൂരിൻ്റെ സാംസ്കാരിക പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു അത്തപ്പൂക്കളത്തിന് 10 വർഷം മുമ്പ് തുടക്കമിട്ടു. ഈ അത്തപ്പൂക്കളത്തിന് 1000 കിലോ പൂക്കളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 150ഓളം വരുന്ന പ്രവർത്തകരുടെ ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ മൂലമാണ്
വിവിധ ഘട്ടങ്ങളിലായി ഈ പരിപാടി പൂർത്തീകരിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. മുണ്ടശ്ശേരിയും സി അച്യുതമേനോനും അടങ്ങുന്ന പ്രഗത്ഭരുടെ സൗഹൃദ തട്ടകമായിരുന്ന തെക്കേ നടയിൽ സായാഹ്നങ്ങൾ ചെലവഴിക്കാനും സൗഹൃദം പങ്കുവെക്കാനും എത്തുന്നവരുടെ കൂട്ടായ്മയിലാണ് 10 വർഷമായി അത്തപ്പൂക്കളം ഒരുക്കി വരുന്നത്. PK ബിജു MP, മേയർ അജിത ജയരാജൻ, A നാഗേഷ്, B ഗോപാലകൃഷ്ണൻ, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, കൗൺസിലർമാരായ TR സന്തോഷ്, K മഹേഷ് എന്നിവരും തൃശൂരിലെ സാംസ്കാരിക രാഷ്ട്രീയ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ സഹകരണത്തോടെ ഒരുക്കിയ സൗഹൃദ അത്തപ്പൂക്കളത്തിനരികിൽ നിന്ന് സെൽഫി എടുക്കാനും ഫോട്ടോയെടുക്കാനും മത്സരിക്കുന്നവരുടെ കാഴ്ചകളായിരുന്നു തെക്കേ നടയെ സജീവമാക്കിയത്. ഓർമ്മയ്ക്കു പേരാണിതോണം, പൂർവ നേരിന്റെ നിനവാണിതോണം. ഓർക്കുവാൻ എന്തെങ്കിലും വേണമെന്നുള്ള വാക്കിന്റെ നിറവാണിതോണം. ഓർമ്മയ്ക്കു പേരാണിതോണം, ഓർമ്മയ്ക്കു പേരാണിതോണം. ഓണക്കാലത്തെ വരവേൽക്കാൻ പൂവിപണി സജീവമായി. തേക്കിൻകാടിന്റെ കിഴക്കേ നട പതിവ് പോലെ പൂവാടിയായി മാറി. അരളിയടക്കമുള്ള പൂക്കൾക്ക് വിപണിയിൽ തീവിലയാണ്. മറുനാടൻ പൂക്കളുടെ വസന്തമാണ് തേക്കിൻകാട് കിഴക്കേ ചെരുവിനെ പൂപ്പാടമാക്കി മാറ്റുന്നത്. അത്തം മുതൽ പൂക്കളമൊരുക്കുന്ന പതിവിന് മലയാളി കാലങ്ങളായി കൂട്ടുപിടിക്കാറുള്ളത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വിരുന്നെത്തുന്ന പൂക്കളെയാണ്. ചെണ്ടുമല്ലിയും ഉണ്ടമല്ലിയും ജമന്തിയും അരളിയുമെല്ലാമാണ് പ്രധാനമായും വന്നെത്തിയിട്ടുള്ളത്. നമ്മൾ വരുത്തുന്നത് ബാംഗ്ലൂർ, ഡിണ്ടിഗൽ, ഗുണ്ടൽപേട്ട്, ഒസൂർ. വില എപ്പോഴും ഡിമാൻഡ് വരെ വെള്ള ജമന്തിക്കാണ്. വെള്ള ജമന്തി, നീലാസ്ട്ര ഇതിനൊക്കെയാണ്. പിന്നെ ഇപ്രാവശ്യത്തെ എന്ന് പറഞ്ഞാൽ അരളിയാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. ഇപ്പോൾ അരളി എന്ന് പറഞ്ഞാൽ ഹോൾസെയിൽ നമുക്ക് കിട്ടുന്ന സ്ഥലത്ത് തന്നെ 400-500 വരുന്നുണ്ട്. കാരണം ഗണേശോത്സവത്തിന് പൂജ ചെയ്യുന്ന പൂവ് അതിൻ്റെ പേരിലാണ് ഇത്രയധികം വില വന്നിട്ടുള്ളത്. 50 രൂപയ്ക്കും 100 രൂപയ്ക്കുമുള്ള ചെറിയ കിറ്റുകളാണ് വ്യാപകമായി വിറ്റഴിയുന്നത്. ഒരു കുടുംബത്തിന് പൂക്കളമിടാൻ മതിയാകുന്നത്ര വിവിധ തരം പൂക്കളാണ് ഒരു കിറ്റിൽ ലഭിക്കുക. സ്കൂളുകളിലും കലാലയങ്ങളിലും വിവിധ സ്ഥാപനങ്ങളിലും പൂക്കള മത്സരങ്ങളും ഓണാഘോഷവും നടക്കുന്നതിനാൽ വൻതോതിൽ പൂക്കൾ വാങ്ങാനെത്തുന്നവരും ഓണവിപണിയെ സജീവമാക്കുന്നുണ്ട്. 200 മുതൽ 400 രൂപ വരെ കിലോയ്ക്ക് വില വരുന്ന പൂക്കളാണ് വിപണിയിൽ സജീവമായിട്ടുള്ളത്. പൊള്ളാച്ചി, ഡിണ്ടിഗൽ, തേവാളം, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ് പ്രധാനമായും പൂക്കൾ വന്നെത്തിയിട്ടുള്ളത്. ഇനിയുള്ള 10 ദിവസവും തേക്കിൻകാട് മൈതാനത്ത് പകലും രാത്രിയുമില്ലാതെ പൂവിപണി സജീവമാകും. പ്രാദേശികമായി ചെണ്ടുമല്ലിപ്പൂക്കൾ കൃഷി ചെയ്യുന്ന പതിവാരംഭിച്ചതോടെ മറ്റു പൂക്കൾക്കാണ് വിപണിയിൽ കൂടുതൽ ഡിമാൻഡുള്ളത്. നാട്ടുപൂക്കൾ തൊടികളിൽ നിന്നും അപ്രത്യക്ഷമായ കാലത്തിന്റെ അടയാളമായി മാറുന്നുണ്ടെങ്കിലും ഓണക്കാലത്തിന്റെ വർണ്ണപ്പകിട്ടാർന്ന കാഴ്ചയായി വിവിധ ഇടങ്ങളിലെ പൂവിപണിയും ഓണാഘോഷത്തിന്റെ ഭാഗമായി മാറിത്തീരുകയാണ്. കുട്ടനെല്ലൂർ പുത്തൂർ ദേശീയപാതയിൽ കണ്ണുകൾക്ക് വിരുന്നായി മാറുകയാണ് ഇവിടെയുള്ള ചെണ്ടുമല്ലിത്തോട്ടം. പടവരാട് ചെമ്പാറ സജനാണ് പൊന്നോണത്തെ വരവേൽക്കാനായി ഇവിടെ ചെണ്ടുമല്ലിത്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. പൊള്ളാച്ചി ഉദുമൽപേട്ടിൽ നിന്ന് പോളി ഹൗസിൽ വെച്ച് മുളപ്പിച്ച് 20 ദിവസമെത്തിയ ഹൈബ്രിഡ് തൈകൾ എത്തിച്ചാണ് ഇവിടെ പൂന്തോട്ടം ഒരുക്കിയിട്ടുള്ളത്. ദേശീയപാതയായതിനാൽ ഈ വഴി യാത്ര ചെയ്യുന്നവർ ഇവിടെ അല്പനേരം നിന്ന് സെൽഫി എടുക്കുന്നത് പതിവ് കാഴ്ചയായി മാറുകയാണ്. സജനോടൊപ്പം അദ്ദേഹത്തിന്റെ കുടുംബവും പൂകൃഷിയിൽ എല്ലാവിധ പിന്തുണയും നൽകുന്നുണ്ട്. ഒപ്പം കുടുംബശ്രീ പ്രവർത്തകരും ഇവർക്കൊപ്പം സഹകരിക്കുന്നു. ഇപ്പോൾ ഒരു 4 വർഷമായിട്ട് സ്ഥിരമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്രാവശ്യം കൂടിയും വിപുലീകരിച്ച് ചെയ്തിട്ടുണ്ട്. കുടുംബങ്ങളൊക്കെ നല്ല സപ്പോർട്ടായിട്ട് തന്നെ കൂടെ ഉണ്ട്. രാവിലെ 7 തൊട്ട് 10 വരെയും വൈകുന്നേരം 4 മുതൽ ഞങ്ങൾ 6 വരെയും ഇതിനു വേണ്ടിയിട്ട് സമയം ചെലവഴിച്ചിരുന്നു. ഈ ഓണക്കാലത്ത് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഇത്രയധികം പൂക്കൾ കിട്ടിയാൽ. ചുവപ്പും മഞ്ഞയും നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കളാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. 1 ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്താണ് ഇവർ കൃഷി ചെയ്തിട്ടുള്ളത്. ഒരാൾ പൊക്കത്തിൽ ഉയർന്നു നിൽക്കുന്ന പൂച്ചെടികൾ കണ്ണിന് കുളിർമയേറുന്ന കാഴ്ചയായി മാറുകയാണിവിടെ. കൃഷി ചെയ്തെടുക്കുന്ന പൂക്കൾ മിതമായ നിരക്കിൽ വിൽപ്പന നടത്തി നാട്ടിൽ പുതുവസന്തം തീർക്കുകയാണ് ഇവരുടെ ലക്ഷ്യം.
പേരറിയ പൂക്കളുടെ നിറസമൃദ്ധിയാണ് ഓണക്കാലത്തിന്റെ വലിയ സവിശേഷത. നാട്ടുപൂക്കളുടെ നന്മയും സൗന്ദര്യവുമാണ് ഈ ഓണവസന്തം വിളംബരം ചെയ്യുന്നത്. ഓണക്കാലം പൂക്കളുടെ ഉത്സവക്കാലം കൂടിയാണ്. അത്തം മുതൽ തിരുവോണം വരെ വീട്ടുമുറ്റങ്ങളിൽ തീർക്കുന്ന പൂക്കളങ്ങളിൽ നിറയുന്നത് മറുനാടൻ ഹൈബ്രിഡ് ഇനങ്ങളാണ്. നാട്ടിടവഴികളിലും തോട്ടിറമ്പുകളിലും ഓണത്തെ വരവേൽക്കാനായി വിരിഞ്ഞു നിൽക്കുന്ന നാട്ടുപൂക്കൾക്ക് പഴയ പോലെ ഓണാഘോഷത്തിൽ കാര്യമായ പങ്കില്ല. തുമ്പയും മുക്കുറ്റിയും പൂക്കൊടയുമൊക്കെ ഓണപ്പാട്ടുകളിലേക്ക് ഒതുങ്ങി മലയാളികൾ ഓണം കൊണ്ടാടുമ്പോൾ നാട്ടുപൂക്കൾ അവഗണിക്കപ്പെടുകയാണ്. എന്നിട്ടും ആരോടും പരിഭവമില്ലാതെ ഈ നാട്ടുപൂക്കൾ ഓണത്തെ വരവേൽക്കുകയാണ്. ഓണപ്പാട്ടുകളിൽ പോലും ഇടം ലഭിക്കാത്ത ഒരിനം പൂക്കളാണ് മലവയമ്പ് പൂക്കൾ. ആരും ശ്രദ്ധിക്കാതെ ആർക്കും വേണ്ടാതെ ആളൊഴിഞ്ഞ പറമ്പുകളിൽ വിരിഞ്ഞു നിൽക്കുന്ന മലവയമ്പ് പൂക്കൾ ഓണക്കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ വ്യാപകമായി കാണാനാകും. നാട്ടിൻപുറത്തിന്റെ നന്മയും വിശുദ്ധിയും വെണ്മയിലൂടെ വിളിച്ചോതി വെളിമ്പറമ്പുകളിലും വഴിയോരങ്ങളിലും വിരിഞ്ഞു നിൽക്കുന്ന മലവയമ്പ് പൂക്കൾ ആകർഷകമാണ്. ആനക്കൂവ, ചണ്ണക്കൂവ, വെൺകൊറ്റ എന്നീ പേരുകളിലും അറിയപ്പെടുന്ന മലവയമ്പ് ഏറെ ഔഷധ ഗുണങ്ങളുള്ളതാണ്. 3 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന മലവയമ്പ് ചെടികൾക്ക് ക്രേപ്പ് ജിഞ്ചർ എന്നും പേരുണ്ട്. വലിയ വെളുത്ത പൂക്കളാണ് മലവയമ്പ് ചെടികളിൽ വിരിയുന്നത്. പൂക്കളുടെ മധ്യഭാഗത്ത് മഞ്ഞരാശി കാണപ്പെടുന്നു. ആയുർവേദത്തിൽ പനി ചികിത്സയ്ക്ക് മലവയമ്പ് ഉപയോഗിക്കുന്നു. പ്രമേഹം, കരൾ രോഗം എന്നിവയുടെ ചികിത്സയ്ക്കും ഇത് ഫലപ്രദമാണ്. ഇന്തോനേഷ്യയാണ് മലവയമ്പിന്റെ ജന്മദേശം. പൂവിതളുകൾ കൊഴിഞ്ഞാലും ഇവയെ ഉൾക്കൊള്ളുന്ന ചുവപ്പ് നിറമുള്ള പുഷ്പഭാഗം ഏറെക്കാലം കേടുകൂടാതെ നിൽക്കും. മഴക്കാലം തുടങ്ങുന്നതോടെയാണ് മലവയമ്പുകൾ പൂക്കുന്നത്. ഓണക്കാലമായാൽ നാട്ടിൻപുറങ്ങളിലെമ്പാടും വെൺചിരി തൂകി വെൺകൊറ്റപ്പൂക്കൾ നിറയുന്നു. ഔഷധ നിർമ്മാണത്തിനായി മലവയമ്പ് കൃഷി ചെയ്യുന്നവരും ഏറെയുണ്ട്. ഗ്രാമത്തിലെ മുഴുവൻ കുടുംബങ്ങൾക്കും ആവശ്യമായ പൂക്കൾ ജൈവ കൃഷിയിലൂടെ ഉൽപ്പാദിപ്പിച്ചിരിക്കുകയാണ് ആനന്ദപുരം ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. വിദ്യാലയത്തിലെ NSS യൂണിറ്റിന് കീഴിലെ വളണ്ടിയർമാരായ 100 പേർ ചേർന്നാണ് പൂക്കൃഷി ചെയ്തത്. കഴിഞ്ഞ വർഷം കരനെൽ കൃഷി ഇറക്കി വിജയം കൊയ്തെടുത്ത മണ്ണാണ് ഇവർ ഇതിനായി തെരഞ്ഞെടുത്തത്. സ്കൂൾ അങ്കണത്തിലെ 1 ഏക്കർ സ്ഥലത്ത് മണ്ണിൽ കുമ്മായം ചേർത്ത് തടമെടുത്താണ് തൈകൾ നട്ടത്. ഹൈബ്രിഡ് ഇനത്തിലുള്ള 2500 ചെണ്ടുമല്ലി തൈകൾ കൃഷിക്കായി ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്നു. രാസവളവും കീടനാശിനിയും ഒഴിവാക്കി തികച്ചും ജൈവ കൃഷി രീതികളാണ് കുട്ടികൾ അവലംബിച്ചത്. ഇടയ്ക്ക് ചില ചെടികൾ വാടാൻ തുടങ്ങിയപ്പോൾ രാസകീടനാശിനി തളിക്കാൻ പലരും ഉപദേശം നൽകിയെങ്കിലും തങ്ങളുടെ വിദ്യാലയ പരിസരം വിഷലിപ്തമാക്കില്ലെന്ന ഉറച്ച നിലപാടെടുക്കുകയാണ് കുട്ടികൾ ചെയ്തത്. രാസപദാർത്ഥങ്ങൾ കൊണ്ടുള്ള കീടനാശിനിക്കും വളത്തിനും പകരമായി അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും വീടുകളിൽ നിന്നും ഗോമൂത്രം കൊണ്ടുവന്ന് ചെണ്ടുമല്ലി തൈകൾ കിട്ടപ്പോൾ ചെടികൾ കരുത്താർജിച്ചു. വളമിടാനും പരിചരണത്തിനുമായി രക്ഷിതാക്കളും അധ്യാപകരും ഒപ്പം ചേർന്നത് വിദ്യാർത്ഥികൾക്ക് ആവേശമായി. മുരിയാട് കൃഷിഭവൻ അധികാരികളും സ്ഥലത്തെത്തി കൃഷി അറിവുകൾ പകർന്നു നൽകി. പ്രിൻസിപ്പൽ ബി സജീവ്, NSS യൂണിറ്റിന്റെ ചുമതലയുള്ള CP ജോബി എന്നിവരുടെ മാർഗനിർദ്ദേശങ്ങളും ഭൂകൃഷിയിൽ വിജയം നേടാൻ തങ്ങളെ സഹായിച്ചതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. NSSന്റെ യൂണിറ്റിൽ ഞങ്ങൾ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ 2500 ചെണ്ടുമല്ലി കൃഷികളാണ് നട്ടെ. 100 NSS വാളണ്ടിയേഴ്സും കൂടിയാണ് ഈ ചെണ്ടുമല്ലി കൃഷിക്ക് നടാമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായേ. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്നായിരുന്നു ഞങ്ങൾ ഈ 2500 ചെടികളും കൊണ്ടുവന്നേ. കൂട്ടായ അധ്വാനത്തിന്റെ കരുത്തിൽ തങ്ങൾ വിളയിച്ചെടുത്ത പൂക്കൾ ഉപയോഗിച്ച് സ്കൂളിൽ വലിയൊരു ഓണപ്പൂക്കളം തീർക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. ബാക്കിയുള്ള പൂക്കൾ കുറഞ്ഞ വിലയ്ക്ക് ഗ്രാമത്തിൽ തന്നെ വിൽപ്പന നടത്താനും ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. മൊബൈൽ ക്യാമറ 6ാം ഇന്ദ്രിയമായി മാറിയ പുതിയ കാലത്ത് കാഴ്ചകളേതും സെൽഫിയിലൂടെ അടയാളപ്പെടുത്തുന്നത് ഫാഷനായി മാറിക്കഴിഞ്ഞു. തൃശൂർ തെക്കേ ഗോപുരനടയിൽ ഒരുക്കിയ അത്തപ്പൂക്കളത്തിന് മുന്നിൽ സെൽഫി എടുക്കുന്നവരുടെ കൗതുക കാഴ്ചകളിലേക്ക്.
പൂവിളിയുമായി എത്തിയ പുലർക്കാലമാണ് അത്തത്തെ സജീവമാക്കിയത്. പ്രകൃതിക്ക് നിറവസന്തം സമ്മാനിച്ച അത്തദിന കാഴ്ചകൾക്ക് ഇവിടെ താൽക്കാലിക വിരാമം. കൂടുതൽ ഓണക്കാഴ്ചകളുമായി അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. ഓണവിശേഷങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇലക്ട്രിക്കൽ സാമഗ്രികളുടെ വിശാല ലോകവുമായി കേബിൾ പോയിന്റ് ബ്രാൻഡഡ് ഇലക്ട്രിക്കൽ സൂപ്പർ മാർക്കറ്റ്.